ഹായ്, ഹലോ, വെൽക്കം ടു ആയാം. നമ്മൾ ഇന്ന് എന്താ കോപ്പ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഇപ്പോ പുതിയ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടാൽ പിന്നെ ഇറക്കിയ പിന്നെ അപ്പൊ ആദ്യത്തെ സിനിമ നല്ല അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. രണ്ടാമത് പിന്നെ കുറച്ച് പിള്ളേരെ വെച്ചിട്ട് ചെയ്തിട്ട് മൂന്നാമത്തതല്ലേ ഉദ്ദേശിച്ച വെച്ചാൽ വേറെ ടീംസിന് വെച്ചിട്ട് ആദ്യത്തെ രണ്ട് ഫസ്റ്റ് സെക്കൻഡും ഇറങ്ങി, അതിനുശേഷം പുതിയ ക്രൂവിനെ വെച്ചിട്ട് രണ്ടാമത് ചെയ്തു. ഇതിപ്പോ മൂന്നാമത് വേറൊരു ഈ ലാസ്റ്റ് ഒരെണ്ണം നല്ല അലമ്പായിരുന്നു. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മൂന്നാമത്തെ പുതിയത് വന്നിക്കണേണ്. അപ്പൊ ഇത് എന്തായാലും നമുക്ക് കണ്ടോക്കാം. Wow, folks, we all know the story. Four brave astronauts head up into space. പെട്രോൾ Come back forever changed. Our city, our planet, owe a debt to these 80s ആ souls. ഏത് കാലഘട്ടം? 70s 80s കാലഘട്ടം. 70s ആണെന്ന് തോന്നുന്നു. 80s പിന്നെങ്കിലും ഇത്തിരി കൂടെ പുരോഗമിച്ചിട്ടുണ്ട്. 70s ആണ്. Thank you, Fantastic Four. Please welcome the Fantastic Four. പഴയ കോസ്റ്റ്യൂമുള്ള അതെ. ഇറ്റീസ് ആണല്ലോ അല്ലേ? How's that sauce looking? Okay. That is fantastic. You're late. What do you mean? What do you mean? What do I mean? You're late for dinner. Yes, we are. You late? I just said that. Are you pregnant? What? You're gonna be the best mom. ഒരു ഇതാണ് സിബ്ലിങ്സ് ആണ്. You are gonna be the best dad. Just kidding. You are out of your depth. We are gonna be the best uncles ever. We can do this. Things going to change. ജൂലൈയിലുള്ള Are you the protectors of this world? Yes, we are. Your planet is സിൽവർ സർഫർ അല്ലേ? പെണ്ണാളുള്ളത് സാധാരണ ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ. It's my fault. I stretched them out to space. And they hurt. Are we safe? I don't know. സ്പേസ് സ്യൂട്ടിലായിട്ടേക്കണം. സ്പേസിലോട്ട് പോണേ തോന്നി. I'm not giving up. ഗലാക്ടോണോ? സിൽവർ സർഫർ വർക്ക് ചെയ്യുന്നത് ഗലാക്ടോക്ക് വേണ്ടിയാവുള്ളൂ. ആണല്ലേ? കോമിക്കിൽ അങ്ങനെയാണ്. പ്ലാനറ്റ് ഇതാക്കണതിന് മുമ്പായിട്ട് സിൽവർ സർഫർ വന്നിട്ടാണ് സംസാരിക്കുന്നത്. Has to be us. We will protect you. ഒരു വിന്റേജ് ടച്ച് ആണ്. അതാണ് ഫുൾ അങ്ങനത്തെ ഒരു ഗലാക്ടോക്ക് സൈസ് ചെറുതാവാനും വലുതാനും പറ്റും. അതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിലർ? ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. നമുക്ക് ട്രെയിലറിൽ നല്ലൊരു എക്സൈറ്റ്മെന്റ് എലമെന്റ് ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് സിനിമ കാണാനായിട്ടുള്ള ഒരു കാരണം ഒരു 80s 70s വൈബും തരുന്നുണ്ട്. ഇത് കാണണോ ഇത് വെച്ചാലേ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് പഴയ ഫാന്റാസ്റ്റിക് ഫോർ രണ്ട് ഇതില്ലേ അതിലൊക്കെ കാണിച്ചത്, അതിലൊക്കെ മെയിൻ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ അവര് സ്പേസിൽ പോകുന്നതും അവിടെ ആക്സിഡന്റ് അങ്ങനത്തെ ഒരു ഇതിലാണ് ഒരിക്കലും എല്ലാവർക്കും പവർ കിട്ടുന്നത്. അതൊക്കെ കാണിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ കാണിക്കും തോന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് തന്നെ അത് പറഞ്ഞു പോകുന്നുണ്ട്. പറയാൻ പറ്റൂല. കാരണം എനിക്ക് തോന്നണേ കാരണം ഇതിൽ കാണിക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടർ മറ്റേ അടുത്ത അവഞ്ചർ മൂവീസ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ആ ക്യാരക്ടർ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് വല്ല ലാസ്റ്റ് സീനിലും വല്ല ക്യാമിയോ ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ക്രെഡിറ്റ് സീനിലും കണ്ടപ്പോ വരും അങ്ങനത്തെ ഒരു എന്റെ ഒരു ഇത് പറയണ്ട അങ്ങനെ സാധ്യതയുണ്ട്. കാരണം അതാണ് ഫസ്റ്റ് സീൻ കാണിക്കാത്തത്. ഫസ്റ്റത്തെ ഇത് ഇവര് പറഞ്ഞോളൂ ഇങ്ങനെ പോയി അവിടെ പോയി സ്പേസിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ആ ആക്സിഡന്റ് ഉണ്ട്. അതിനുശേഷമുള്ള സ്റ്റോറി ആയിരിക്കും മിക്കവാറും ഇതിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് എല്ലാവരും തിങ് ഇത്തിരി വെറൈറ്റി ആയിട്ടുണ്ട്. സാധാരണ തിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും കുറെ കല്ല് കൂട്ടിയിട്ട പോലത്തെ, പക്ഷെ ഇതിനകത്ത് ഇത്തിരി വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. ആ തിങ്ങിന്റെ ഒറിജിനൽ ക്യാരക്ടർ കാണിച്ചില്ലേ? ഒറിജിനൽ ക്യാരക്ടർ കാണിച്ച് ഫസ്റ്റത്തെ മറ്റേ ടി വി കാണിക്കുന്നുണ്ടായിരുന്നില്ലേ? ടിവിയില് മറ്റേ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിനൊപ്പം തന്നെ കാണിച്ചില്ലേ? പുള്ളിയാണ് തിങ്. ഞാൻ ശ്രദ്ധിച്ചില്ല.
പെട്രോളിനെ എനിക്കറിയാം, പെട്രോളിനെ മാത്രം എനിക്കറിയാം. പിന്നെ മറ്റേ വെനീസിനെ എനിക്കറിയാം, കെൽവിന. ആ പുള്ളിക്കാരത്തിന് ഫാസ്റ്റ് എനിക്കറിയാം. ആൻഡ് ഫ്യൂരിയസിന്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹോപ്സ് ആൻഡ് ഹോപ്സ് ആൻഡ് സോൾസ് അതിലേക്ക് കണ്ടിട്ടുണ്ട്. അതിലുണ്ടല്ലോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻവിസിബിൾ ലേഡി മറ്റേ പ്രഗ്നന്റ് ആന്ന് പറയണ്ടായിരുന്നു ഇതിനകത്ത് അല്ലേ? അതെ, അങ്ങനെ ജോണി ആ ക്യാരക്ടറാണ് പറയുന്നത്. കാരണം അതിനകത്തൊരു ഇതിപ്പോ ഇതിലില്ല ഒരു ഇതാവോന്ന് അറിയില്ല, സ്പോയിലർ ആണെന്ന് അറിയില്ല. കാരണം ഇല്ല, കൊമിക്സ് ഓൾറെഡി കോമിക്സിലുണ്ട്. കാരണം വെച്ചാൽ ഇവരുടെ കൊച്ചില്ലേ വൺ ഓഫ് ദ പവർഫുൾ ബീൻ ആണ്. അങ്ങനത്തെ ഒരു ഒരു കോസ്മിക് എനർജി ഉള്ള ഒരു കൊച്ചാണ്. നമുക്ക് റിയാലിറ്റി മനസ്സിലെന്ത് വിചാരിക്കുന്നത് റിയാലിറ്റി ആക്കാൻ പറ്റുന്നുള്ളൊരു പവറുള്ള ഒരു കൊച്ചുണ്ട്. ഇവർക്ക് കൊച്ചു ജനിക്കും ഇവർക്ക് രണ്ടുപേരും കൂടി. അത് ആ ക്യാരക്ടറാണെന്ന് അറിയില്ല, കൊമിക്സിലുള്ളതാണ്. ക്യാരക്ടർ തന്നെ ചിലപ്പോ ക്ലൈമാക്സ് ക്രെഡിറ്റ് സീൻ ചിലപ്പോ അതായിരിക്കും കാണിക്കുന്നത്. സിൽവർ സർഫറിന്റെ ഭയങ്കര വ്യത്യാസമായിട്ടാണ്. അല്ല, മറ്റേ ഇതാണോ മറ്റേ ഫെമിനിസം എന്നുള്ള മോഡാണോ പക്ഷേ അത് കൊള്ളായിരുന്നു. വേറൊരു യൂണിവേഴ്സ് കാണിക്കുന്നത് ഇത്ര നാളും കാണിച്ചിരുന്ന പോലെ അല്ല, എല്ലാത്തിലും ആണുങ്ങളാണല്ലോ. ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ ഈ റോള് ക്യാരക്ടർ ആയി ചെയ്യുന്നത് സിൽവർ സർഫറിന്. പിന്നെ ഗലാക്ടോസിന്റെ നല്ലൊരു വ്യക്തമായിട്ട് കാണിച്ചില്ല. ഗലാക്ടോ നമുക്ക് മനസ്സിലായി. കാരണം സിൽവർ സർഫർ വന്ന തന്നെ ഗലാക്ടോന്റെ സ്റ്റോറിയിലായിരിക്കും. കാരണം ഗലാക്ടോ ഒരു പ്ലാനറ്റ് നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തിന്നലാണ്. പല ഈ പ്ലാനറ്റ് തിന്നിട്ട് പുള്ളിക്ക് സബ്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് തിന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ജീവജാലങ്ങൾക്ക് വാണിംഗ് കൊടുക്കാൻ വേണ്ടിയാണ് സിൽവർ സർഫർ വരുന്നത് വാണിംഗ് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അതെന്തായാലും ഗലാക്ടോ ആണ്. കാരണം പിന്നെ ആ ഗലാക്ടോക്ക് സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, വലുതാവാനും പറ്റും ചെറുതാവാനും പറ്റും. അതാണ് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് സിനിമക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ജൂലൈയിലാണ് ഇത് കാണിച്ചത്. ഈ വർഷം ജൂലൈയിൽ തന്നെ എന്തായാലും ഇറങ്ങും. അപ്പൊ നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.